കൃഷ്ണനിൽ നിന്ന് വേറിട്ടിരിക്കാൻ പറ്റാത്ത ഒരു വിഷമം. ആ വിഷമം പരിഹരിച്ച് ബദരികാശ്രമത്തിലേക്ക് പോകണം. ആ സംഘം തീർക്കാൻ വേണ്ടി പിങ്കളയെ ഉദാഹരിക്കുകയാണ്. നല്ല മനുഷ്യർ നല്ലതടഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സാമാന്യമേ ആയുള്ളൂ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി ഇത്തിരി ഒഴുക്കിന് കനവും ആഴവും കൂടി എന്ന് പറയുന്ന പോലെ ആയുള്ളൂ. വറ്റി വരണ്ട് കിടക്കുന്ന ഒരു നദി എന്ന് പറഞ്ഞുകൂടാ. പെട്ടെന്ന് വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പറയുമ്പോഴോ അതൊരു സംഭവമായി. അതുപോലെയാണ് ഇവിടെ പിങ്കളയുടെ കഥ പറയുന്നത്. തസ്യാമേ ശിക്ഷിതം കിഞ്ചിത്. അവർ ഒരു വേശ്യയായിരിക്കാം, ചെയ്ത പ്രവൃത്തി വളരെ വിഗർഹ്യമാണ്. എന്നാലും അവരിൽ നിന്ന് ഞാൻ ചിലത് പഠിച്ചത് നിബോധ നൃപനന്ദന. മഹാരാജാവേ, അങ്ങക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ കോൺട്രാസ്റ്റ്? എന്താണ് കോൺട്രാസ്റ്റ്? ഒരു വേശ്യയുടെ കഥയാ പറയുന്നതോ കൃഷ്ണ പരമാത്മാവ് എവിടെ ഇരുന്ന്? ദ്വാരകയിൽ നിന്ന്. ആരോട്? ഉദ്ധവനോട്. എന്തിനു വേണ്ടി? മണിക്കൂറിനകം ഉദ്ധവൻ എല്ലാ വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ആശാപാശവും വിട്ട് കൃഷ്ണനെയും കൂടി വിട്ട് ബദരികാശ്രമത്തിൽ ചെന്ന് തപസ്സിരിക്കണം. അതിന് എൻ്റെ മനസ്സിന് ശക്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്ത ശക്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ധരിക്കുന്നതായ ധർമ്മപാഠങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമാണിത്. അതിൽ പിങ്കളയ്ക്കുമുണ്ട് ഒരു സ്ഥാനം. നിങ്ങൾ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് എന്തു പറയുന്നു? ഞാനിതിനു മുമ്പ് നിങ്ങളോട് പറയണ്ടായി. ആദദീത പരാം വിദ്യാം പ്രയത്നാത് അപരാദപി അന്ത്യാദപി പരം ധർമ്മം സ്ത്രീരത്നം ദുഷ്കുലാദപി. മനു പറഞ്ഞു വെച്ചിട്ടുള്ളതാ. നമുക്ക് ഗ്രഹിക്കാനും പഠിക്കാനുമുള്ളത് പരമധർമ്മമാണെങ്കിലും പ്രയത്നാത് അപരാദപി, അശ്രേഷ്ഠനായ ഒരാളുടെ അടുത്താണ് നല്ല വിദ്യയുള്ളത് എന്നുണ്ടെങ്കിൽ പരിശ്രമിച്ചത് നാം പഠിക്കണം, ഉൾക്കൊള്ളണം. അതുമാതിരി അന്ത്യാദപി പരം ധർമ്മം, ഒരു ചണ്ടാളനോ നീചനോ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിലും പരമധർമ്മമാണെങ്കിൽ അവിടെ വിനയത്തോടു കൂടി പോയി നമുക്കൊരു ഗുരുവായി സ്വീകരിച്ച് അത് ഉൾക്കൊള്ളാം. ഏതുപോലെ? സ്ത്രീരത്നം ദുഷ്കുലാദപി. ഒരു ദുഷ്ടകുലത്തിൽ നിന്നാണെങ്കിലും ഒരു സ്ത്രീ രത്നത്തിന് നമുക്ക് വേൾക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ സംഭവിക്കുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ. ഒരു പൊല്ലാത്ത കുലത്തിൽ നല്ല ഒരു സ്ത്രീ പ്രജ ഉണ്ടാവുക, വിവാഹം കഴിക്കാൻ പറ്റിയ തരത്തിൽ നല്ല മനുഷ്യന് അങ്ങനെയുള്ളത് കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ബോധ്യം വന്നു സ്ത്രീ രത്നമാണെന്നുണ്ടെങ്കിൽ ആ കുലത്തിനെ പറ്റി പിന്നെ ചിന്തിക്കരുതെന്നാണ്. ഇതാണ് നമ്മുടെ പാഠങ്ങളും നമ്മുടെ പൈതൃകങ്ങളുമാണ്. ഞാൻ പറയാറുണ്ട്, ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം. നമ്മുടെ ശാസ്ത്രസമ്പത്ത് മുഴുവൻ 2 സോഴ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒന്ന് വനവേടനായിരുന്ന വാൽമീകി മഹർഷിയുടെ അടുത്ത്, പിന്നെ ഒന്നോ മുക്കുവസുതനായിരിക്കുന്ന വേദവ്യാസരുടെ കയ്യിൽ നിന്നാണ്. ഇവർ 2 പേര് എഴുതിയ ഗ്രന്ഥങ്ങളെ നമുക്കുള്ളൂ. അപ്പോൾ ആ എഴുതിയിട്ടുള്ള ആൾ മുക്കുവനാണ് അല്ലെങ്കിൽ വനവേടനാണ് എന്ന് പറഞ്ഞ് നാം സ്വീകരിക്കാതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഇതായിരിക്കണം നമ്മുടെ മാനദണ്ഡം. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. എവിടെ നോക്കിയാലും ഞാൻ കേൾക്കുകയാണ് ജാതി വ്യത്യാസം. എവിടെ അവിടെ ജാതി വ്യത്യാസം? ഒക്കെ മനുഷ്യർക്ക് ജനിച്ചതാ. ജാതി എന്ന് പറഞ്ഞാൽ ജന്മം എന്നുള്ള അർത്ഥമാണ്. ജനിക്കുക. ഭാരതത്തിൽ ജനിച്ചോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എന്നാൽ നമ്മുടെ സർക്കാരും കൂടി എന്ത് ചെയ്യണു? ജാതി എന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുമ്പോഴും സെൻസസ് സമയത്ത് ഏത് ജാതിയിൽ ജനിച്ചു, എന്താണ് തൊഴിൽ എന്ന് റെക്കോർഡ് ചെയ്യാതെ ഇരിക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് അത് എടുത്തു കളയണമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ്റെ അഖില ഭാരതാധ്യക്ഷനും കൂടിയാണ് ഞാൻ. ആ ഒരു വേദിയിൽ എറണാകുളത്ത് പ്രസ് കോൺഫറൻസ് നടത്തി ഒരിക്കൽ ഞങ്ങൾ പറയുണ്ടായി, നമ്മുടെ സെൻസസ് റെക്കോർഡിൽ ഒരിക്കലും ഈ ജനിച്ച ഡീറ്റെയിൽസ് പറയരുതെന്ന്. എന്ന് പറഞ്ഞാൽ ജാതി, നമുക്ക് ഒരു ജാതിയേ ഉള്ളൂ. എന്താ? ഭാരതീയ ജാതി. ഭാരതത്തിലാണ് ജനിച്ചത്. ഭാരതത്തിൻ്റെ പാസ്പോർട്ടുണ്ട് നമ്മുടെ കയ്യിൽ, വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. ബാക്കിയുള്ള ജാതിയൊക്കെ നമ്മൾ തള്ളിക്കളയണം. ജാതിയുടെ പേരിൽ ഒരു അവകാശം കൊടുക്കരുത്. ജാതിയുടെ പേരിൽ ഒരു അവകാശം നിഷേധിക്കാനും പാടില്ല. ജനിച്ചതിന് നാം ഉത്തരവാദികളല്ല. ഒരു കുട്ടി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതിന് ആ കുട്ടിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതുമാതിരി വേറെ ഒരു കുലത്തിലെ അബ്രാഹ്മണ ജന്മമാണെങ്കിൽ അതിനും ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. ഇഫ് ദർ ഈസ് എനിത്തിങ് ഫോർ വിച്ച് വി ആർ നോട്ട് റെസ്പോൺസിബിൾ, ഇറ്റ്സ് ഓൺലി ഫോർ അവർ ബർത്ത്. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ജാതി നോക്കിയിട്ടല്ല ഇവിടെ കാര്യങ്ങൾ പഠിക്കുന്നത്. പിങ്കള ഒരു വേശ്യയായിരുന്നു. എന്നാലും ആ പിങ്കളയുടെ മുഖത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള മുത്തുപോലെയുള്ള സത്യങ്ങളും മൂല്യങ്ങളും അങ്ങയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് അവധൂതൻ യദു ചക്രവർത്തിയുടെ മുഖം നോക്കി പറയുന്നത് കൃഷ്ണൻ്റെ പൂർവികനാണ്. യദു ചക്രവർത്തി മൂലം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ചെറുപ്പകാലം മുതൽക്ക്. അത് ആവർത്തിച്ചതാ ഉദ്ധവനോട് പറയുന്നു. ആ കൃഷ്ണനെവിടെ? ഉദ്ധവനെവിടെ? നമ്മുടെ യദു ചക്രവർത്തി എവിടെ? അവധൂതനെവിടെ? പിങ്കളെ എവിടെ? ആലോചിച്ച് നോക്കിക്കോളൂ.
സാ സ്വൈരിണ്യേകദാ കാന്തം സങ്കേത ഉപനേഷ്യതി അഭൂത്കാലേ ബഹിർദ്വാരി ബിഭ്രതി രൂപമുത്തമം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിൽ പലതരക്കാരും ഉണ്ടാവാം. ഇവരോ ഇത്തിരി വിലപ്പിടിച്ച ഒരു വേശ്യയായിരുന്നു. കാണാൻ നല്ല പോലെ കൊള്ളാം. ജനിച്ചതും ഒരു നല്ല ആഭിജാത്യമുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് കേമന്മാരും ശ്രേഷ്ഠന്മാരുമാണ് അടുത്ത് പോയിക്കൊണ്ടിരുന്നത്. പിങ്കള എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാലസാണ്, സാധാരണ വീടൊന്നുമില്ല, മാർബിളൊക്കെ ഉണ്ട് അവിടെ. അവിടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. സാ സ്വൈരിണി ഏകദാ കാന്തം സങ്കേത ഉപനേഷ്യതി. ഒരു ദിവസം, എല്ലാ ദിവസവും എന്ത് നടക്കും? വൈകുന്നേരം ആയാൽ നല്ല വേഷം ധരിച്ച് അതിൻ്റെ ആ വരാന്തയിൽ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ. അപ്പോൾ വഴി കൂടി പോകുന്നവരെ പിങ്കളയുടെ പാലസാണ് എന്ന് വിചാരിച്ച് അടുത്തടുത്ത് വരും. അങ്ങനെ ദിവസം ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരു ദിവസം അവരെന്ത് ചെയ്തു? പതിവ് പോലെ നല്ല വേഷമൊക്കെ ധരിച്ച് ബിഭ്രതി രൂപമുത്തമം, കണ്ണാടിയിലൊക്കെ നോക്കി നല്ല സാരി, നല്ല ബ്ലൗസ്, നല്ല പൊട്ട്, ആഭരണങ്ങൾ, തല ചീകി, പൂ ചൂടി എല്ലാം കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് ഉത്തമ ശരീരത്തോടുകൂടി, രൂപം ഉത്തമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തമം തന്നെയാണ്, നടന്നത് അങ്ങനെയാണല്ലോ. ഉത്തമമായിരിക്കുന്ന ഒരു രൂപം ധരിച്ച് അവിടെ വാതിൽക്ക് പുറത്തു വന്ന് അവിടെ നിന്നു. എന്താ ഉദ്ദേശം? കാന്തം സങ്കേത ഉപനേഷ്യതി. ആരെങ്കിലും ഒരാളെ കൂട്ടി അകത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. സാ സ്വൈരിണ്യേകദാ കാന്തം സങ്കേത ഉപനേഷ്യതി അഭൂത്കാലേ ബഹിർദ്വാരി ബിഭ്രതി രൂപമുത്തമം. മാർഗ ആഗച്ഛതോ വീക്ഷ്യ പുരുഷാൻ പുരുഷർഷഭ താൻ ശുൽക്കതാൻ വിത്തവതഃ കാന്താൻ മേനെ അർത്ഥകാമുക. മാർഗ ആഗച്ഛതോ വീക്ഷ്യ പുരുഷാൻ പുരുഷർഷഭ. ആ വഴിക്ക് വരുന്നതായ പുരുഷന്മാരെയെല്ലാം നല്ലോണം നോക്കി, ആ ഈ ആൾ കൊള്ളാം, എൻ്റെ അടുക്കിലേക്ക് വരും, ഇതാ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. ഇതായിരുന്നു പ്രതീക്ഷ. മാർഗ ആഗച്ഛതോ വീക്ഷ്യ പുരുഷാൻ പുരുഷർഷഭ താൻ ശുൽക്കതാൻ വിത്തവതഃ കാന്താൻ മേനെ അർത്ഥകാമുക. എന്തായിരുന്നു പിങ്കളയുടെ ഉള്ളിൽ? അർത്ഥകാമുക. അവർക്ക് ആവശ്യം വാസ്തവത്തിൽ ഒരു ഭർത്താവാണോ? അല്ല, അല്ല. ആരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ച് ഭാര്യാഭർത്താക്കന്മാരായി വാഴാം എന്നാണോ അവരുടെ വിചാരം? അല്ല. ഈ വരുന്നവർ പലരും ഭർത്താക്കന്മാരായിരിക്കാം പലരുടെയും. അവർക്കല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശവും ഇല്ല. എന്തായാലും പിങ്കളയുടെ കൂടെ കുറച്ച് സമയം ചെലവ് ചെയ്ത് പോകണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അപ്പം എന്താ ഇവരുടെ മനസ്സിൽ? മാർഗ ആഗച്ഛതോ വീക്ഷ്യ, ആ വഴിക്ക് വരുന്നവരെ നോക്കി, പുരുഷാൻ പുരുഷർഷഭ, പുരുഷന്മാരെ, താൻ ശുൽക്കതാൻ, അവർ എത്ര പണം കൊടുക്കും? കയ്യിൽ കനുള്ളവരാണോ? ധാരാളം തരുമോ എന്ന് വിചാരിച്ച് വിത്തവതഃ, ധനാഢ്യന്മാരെ നോക്കി, കാന്താൻ മേനെ അർത്ഥകാമുക, അവരാരോ എവിടെയോ ആയിക്കോട്ടെ, കുറച്ച് സമയത്തേക്ക് അവരെൻ്റെ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ കാന്തന്മാരാക്കി തീർക്കണം എന്ന് വിചാരിച്ച് അർത്ഥകാമുകയായി വരുന്നവരെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി, ഈ ആള് കൊള്ളാം, കയ്യിൽ പണമുണ്ട്, എനിക്ക് കുറച്ചു നേരം സമയം ചെലവ് ചെയ്താലത് വെറുതെ ആവില്ല എന്ന് വിചാരിച്ച് എല്ലാവരെയും താത്കാലികമായി തൻ്റെ കാന്തന്മാരാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങോട്ട് നോക്കി. കാന്തന്മാർ കാന്തന്മാർ എന്ന് പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ അർത്ഥം? അതിന് ശരിയായിട്ടുള്ള അർത്ഥം പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ വന്നവരൊക്കെ സുരതകുശലന്മാരോ സുരതപ്രിയന്മാരോ ആയിരിക്കും. അതാണ് ആ വാക്കിനർത്ഥം. കാന്താൻമേനെ അർത്ഥകാമുക. ആരായി? പിങ്കള പണക്കൊതിച്ചി. ആ പണത്തിൻ്റെ കൊതി മാത്രമാണ് അവരെ കൊണ്ടിത് ചെയ്തത്. മാർഗ ആഗച്ഛതോ വീക്ഷ്യ പുരുഷാൻ പുരുഷർഷഭ താൻ ശുൽക്കതാൻ വിത്തവതഃ കാന്താൻമേനെ അർത്ഥകാമുക. അവിടെ നടക്കുന്നത് എന്താ? കച്ചവടം. എൻ്റെ കയ്യിലൊരു സാമഗ്രി ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാം, അതിന് ഇത്ര പണം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞൊരു കച്ചവടമാണല്ലോ. ആ കച്ചവടത്തിലൂടെ പല കാന്തന്മാരെ, ഒരാളല്ല ഒന്നിലധികമാവാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആഗതേഷ്വപയാദേഷു സാ സങ്കേതോപജീവിനി അപ്യന്യോ വിത്തവാൻ ഗോപി മാം ഉപയിഷ്യതി ഭൂരിതഃ. ആഗതേഷ്വപയാദേഷു, ശ്രീമദ് ഭാഗവതമാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് സീനായാലും, ഏത് രംഗമായാലും, ഏത് സംഭവമായാലും ആ സംഭവത്തെ വളരെ നല്ല ഭാഷയിൽ മനസ്സിൽ തറയ്ക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ മനസ്സിനെ കുളിർപ്പിക്കാവുന്ന തരത്തിൽ, ആ രംഗത്തിനനുസരിച്ചാണ് അതിൻ്റെ പ്രതിഫലനം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതിന് പറ്റിയ തരത്തിൽ പറ്റിയ ശബ്ദങ്ങൾ ഉപയോഗിച്ച് വിവരിക്കുകയാണ് ഇവിടെ നടക്കുന്ന സംഭവം. എന്താ? ഒരു വ്യഭിചാരിണി
ആ വ്യഭിചാരിയുടെ അടുത്ത് പോകുന്നത് ആരാ പോവുക? നല്ലവരവിടെ പോവോ? പോവില്ല. അപ്പം ആ പോകുന്നവരെ അവരുടെ നിലയ്ക്ക് തന്നെ വിവരിക്കണം. അതാണ് അവിടെ ചെയ്യുന്നത്. ശുൽക്കതാൻ വിത്തവത എന്നൊക്കെയാ പറയുന്നത്. പണമുണ്ട്, എൻ്റെ കയ്യിലുള്ള പണം, ഞാൻ പണം കൊടുത്താൽ എനിക്ക് ആരെയും കിട്ടും, ഒരു സ്ത്രീയെയും കിട്ടും എന്ന് വിചാരിച്ച് ധിക്കരിച്ചുകൊണ്ട് ആ പണക്കൊഴുപ്പുള്ളവരാണ് അവിടെ വരണത്. അവർ ആവശ്യപ്പെടുന്നതോ പണക്കൊതിച്ചുകളെ ആവശ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നടക്കുന്നത് എന്താ? ഇങ്ങനെ ഒരു ഇടപാടാ. ആഗതേഷ്വഭയാദേശു. ഒരു ദിവസം അവിടെ ചെന്നിരുന്നു. വസ്ത്രമൊക്കെ നല്ലതാ, ഒരു കുറവുമില്ല, വിശേഷമായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പണ്ടമുണ്ട്, പൂവുണ്ട്, പൊട്ടുമുണ്ട്, ഒക്കെയുണ്ട്. ഇതൊക്കെ ആണെങ്കിലും അന്നേ ദിവസം വന്നവരൊക്കെ തൻ്റെ വീട് കടന്നങ്ങോട്ട് പോവാ. ആഗതേഷു അഭയാദേശു. മറ്റത് അധികം നേരം നിൽക്കേണ്ടി വരാറില്ല. ആദ്യം വന്ന ആൾ തന്നെ അങ്ങോട്ട് കടന്നിങ്ങോട്ട് വരും. അന്ന് പലരും വന്നു, കടന്നങ്ങോട്ട് പോയി. എന്ത് കടന്നു പോയി? പിങ്കളയുടെ സൗധം താണ്ടി അങ്ങോട്ട് പോയി. ഒറ്റ ആൾ വന്നില്ല. സാ സാങ്കേതോപജീവനി. ആഗതേഷ്വഭയാദേശു സാ സങ്കേതോപജീവനി. വരുന്നവരൊക്കെ, അന്ന് വന്നവരൊക്കെ കടന്ന് താണ്ടി അങ്ങോട്ട് പോയി. വേറെ ഒരാൾ, നല്ല പണക്കാരനായിട്ടൊരാൾ അടുത്ത് വരും. ഒരു പക്ഷേ എൻ്റെ ബംഗ്ലാവും എന്നെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വേണ്ടത്ര പണം തരാൻ ഈ ആളുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിച്ച് പോയതാവും. അപ്പോൾ ഇന്ന് വേണ്ടത്ര പണക്കാർ ഇവിടെ വന്നിട്ടില്ല. അടുത്ത് വരാൻ പോകുന്നവൻ്റെ കയ്യിൽ നല്ല മടിക്കനം ഉണ്ടാവും. അപ്പം ആ ആളെങ്കിലും എൻ്റെ അടുത്ത് വരും. വന്നിട്ടോ ധാരാളം ഭൂരിത, വേണ്ടത്ര പണം തരാൻ പ്രാപ്തിയുള്ള ആളാവും. അപ്യന്യോ വിത്തവാൻ ഗോപി മാം ഉപൈഷ്യതി ഭൂരിത. ഏവം ദുരാശയാധ്വസ്തനിദ്ര ദ്വാര്യവലംബതി നിർഗച്ഛന്തി പ്രവിശതി നിശീഥം സമപദ്യത. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭാഗവതം. ഒരവധൂതനാണ് പറയുന്നത്, മഹാരാജാവോടാണ് പറയുന്നത്. അത് ഉദ്ധരിക്കുന്നത് കൃഷ്ണപരമാത്മാവ് ഉദ്ധവനോട്. വിഷയമോ ഒരു അഭിസാരികയുടെ അനുഭവവും മനോവൃത്തിയുമാണ്. എത്ര വിശേഷമായിട്ടാണ് ശാസ്ത്രം എഴുതുമ്പോൾ ആ ശാസ്ത്രകാരന് ഈ ഏറ്റക്കുറച്ചിൽ വരരുത് മനസ്സിന്. എന്ത് കാര്യത്തിന് ചിത്രീകരിക്കുന്നുവോ അതനുസരിച്ച് സുഭഗമായി ചിത്രീകരിക്കണം. ദുഷ്ടതയെ ദുഷ്ടത പോലെ, ശിഷ്ടതയെ ശിഷ്ടത പോലെ, എല്ലാം വേണ്ടതുപോലെ, മനസ്സിന് ഒരു വികല്പവും ഉണ്ടാവില്ല. അങ്ങനെ ചിത്രീകരിക്കുന്നതാണ് അതിൻ്റെ ശരി. ഏവം ദുരാശയാധ്വസ്തനിദ്ര ദ്വാര്യവലംബതി. ഇങ്ങനെ ദുരാശയ, കുറേ ആൾക്കാർ വന്നു പോയി. അപ്പോഴും പിങ്കളയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിചാരം താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചിട്ടുള്ള വിചാരമല്ല. ഈ വന്നവർക്ക് എൻ്റെ അടുത്ത് വരാനുള്ള യോഗ്യതയില്ല, ഉണ്ടെങ്കിൽ തന്നെ പണം കയ്യിലില്ല, മട്ടും ഒക്കെ കണ്ടപ്പോൾ. അപ്പോൾ വേറെ ഒരാൾ കൂടുതൽ പണക്കാരൻ വരും, ഈ തരാത്തതൊക്കെ എനിക്ക് ഒരാളുടെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് വരാം എന്നൊക്കെ എന്നെ വിചാരിച്ച് ദുരാശയാ. ഇത് നല്ല ആശയാണോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് തന്നിട്ടുള്ള ഒരു ദേഹം പ്രകൃതി അല്ലെങ്കിൽ ദൈവം. ആ ദേഹത്തിന് നാം പല പ്രവൃത്തികൾക്കും ഉപയോഗിക്കാം. എന്നാൽ ജനനേന്ദ്രിയ സംബന്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇങ്ങനെ എന്താ, അത് തുറന്ന ഒരു മഷിക്കുപ്പി പോലെയാണോ അത്? എന്താ ഈ പറയുന്നത്? ധ്വസ്തനിദ്ര ദ്വാര്യവലംബതി. സമയം കുറെ വൈകിയത്രേ, വൈകിയത് അറിയുന്നില്ല. മനസ്സിലെ ആശ കൊണ്ട് മണി 12 അവിടെ നിൽക്കുക. പോയി എന്നൊന്നും കൊള്ളില്ല, മടങ്ങിപ്പോയി എന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഒരാൾ വരും വരും എന്ന് വിചാരിച്ച് ധ്വസ്തനിദ്ര, ഉറങ്ങാതെ അർദ്ധരാത്രി വരെ, നിർഗച്ഛന്തി പ്രവിശതി, ഒന്നകത്തേക്ക് വരും, അവിടെ ചെയറിലൊന്നും ഇരിക്കും, ഇരിപ്പുറക്കില്ല, പുറത്തേക്ക് പോവും. അവിടെ പോയിട്ട് 4 ആളെ നോക്കും, അവരൊക്കെ പോയി എന്ന് കാണുമ്പോൾ പിന്നെയും തിരിച്ചു വരും, പിന്നെയും പോയി. അങ്ങനെ നിർഗച്ഛന്തി പ്രവിശതി, പോയിട്ടും വന്നിട്ടും നിശീഥം സമപദ്യത, അർദ്ധരാത്രിയായി. ഏവം ദുരാശയാധ്വസ്തനിദ്ര ദ്വാര്യവലംബതി നിർഗച്ഛന്തി പ്രവിശതി നിശീഥം സമപദ്യത. തസ്യാ വിത്താശയാ ശുഷ്യത് വക്ത്രായാ ദീനചേതസഃ നിർവേദഃ പരമോ ജജ്ഞേ ചിന്താഹേതു സുഖാവഹഃ. എന്താ ഞാൻ പറയുക? തസ്യാ വിത്താശയാ ശുഷ്യത് വക്ത്രായാ ദീനചേതസഃ നിർവേദഃ പരമോ ജജ്ഞേ ചിന്താഹേതു സുഖാവഹഃ. ഇത്രത്തോളം പറഞ്ഞതൊക്കെ നിന്ദ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നതോ ഹൃദ്യവും അഭിനന്ദനാർഹവുമായിരിക്കുന്ന കാര്യമാണ്. ഒരൊറ്റ ആളെ സംബന്ധിച്ചാണ് പറയുന്നത്. ആരെ? പിങ്കളയെക്കുറിച്ച്. ഇതാണ് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും ജ്വലിക്കുന്നതും പ്രകാശിക്കുന്നതും ഒറ്റ പരമശുദ്ധ ചൈതന്യമാണ്. ശരീരത്തിലും ആ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ മാത്രമേ ഈ വൈവിധ്യമുള്ളൂ.
ഈ വൈവിധ്യം മുഴുവൻ അസ്തമിക്കുന്നതാണ്. എല്ലാവരും ഒരുപോലെ കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ നമ്മളെ ആലിംഗനം ചെയ്യുന്ന അന്തരാത്മാവ്. പരമദുഷ്ടൻ കിടന്നുറങ്ങിയാലും ഉള്ളാണ് ഉറങ്ങുന്നത്. ആ ഉറക്കത്തിൽ ആ ആൾ ദുഷ്ടനല്ല. ഒരമ്മ പറഞ്ഞു അത്രേ, എൻ്റെ വെളുപ്പാങ്കാലത്ത് എണീറ്റാൽ കിടക്കുന്നത് വരെ എൻ്റെ മകൻ ഉപദ്രവേ ചെയ്യുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഉറങ്ങിക്കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഒരൊറ്റ ഉപദ്രവം ഇല്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ആരെ കൊണ്ട് ഉപദ്രവമില്ല, എണീറ്റിരിക്കുമ്പോഴാണ് ഈ കുഴപ്പം മുഴുവനും. ഉറക്കം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നാണ് നമ്മളെ പിടിക്കുന്നത്. നമ്മുടെ അന്തരാത്മാവാണ് നമ്മളെ ഗ്രസിച്ച് ആലിംഗനം ചെയ്ത് കഴിയുന്നത്. അപ്പോൾ നോക്കൂ, തസ്യാവിത്താശയാ ശുഷ്യത് വക്രായ ദീനചേതസഃ. ആ പിങ്കളയിൽ നിന്ന്, പിങ്കളയുടെ വിത്താശയാ ശുഷ്യത്, ആ പണത്തിനുള്ള ആർത്തിയുടെ പേരിൽ അങ്ങനെ വല്ലാതെ വരണ്ടു പോയിരിക്കുന്ന ഒരു മുഖം, വിരളമായിട്ടുള്ളൊരു മുഖം, വളരെ വിരളമായി വികൃതമായി എന്ന് തന്നെ പറയാം. ദീനചേതസഃ, മനസ്സിന് വലിയ ദൈന്യം. അയ്യോ, ഇത്ര നാളും ഞാൻ വിലപ്പെട്ടവളാണ്, പലരും എന്നെ കണ്ട് ആകർഷണം തോന്നി, ഞാനൊരു മഹാരാജ്യയാണെന്ന് പറയുന്നവരാണ് എല്ലാവരും. ഇന്ന് മാത്രം ഞാൻ എങ്ങനെയാ ഒരു വേലപ്പെണ്ണും കൂടി ആകാതെ എങ്ങനെ കഴിയണത്? അങ്ങനെ മനസ്സിന് വല്ലാതെ ദീനത വന്നിട്ടുള്ള ആൾക്ക് നിർവേദ പരമോ ജജ്ഞേ, ആ പിങ്കളയുടെ മനസ്സിൽ പരമമായിരിക്കുന്ന നിർവേദം ജനിച്ചു. ജനിച്ചു പരമമായിരിക്കുന്ന നിർവേദം. നിർവേദം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വൈമനസ്യം, ഇൻഡിഫറൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇത്ര നാളും നടന്ന കാര്യം, തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, അന്ന് തോന്നി ഇത് കൊള്ളരുതാത്തത്, തീരെ കൊള്ളരുതാത്തത്, 8 അയലക്കം വരെ അടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നല്. നിർവേദ പരമോ ജജ്ഞേ, അത് ഉപായപ്പെട്ടതോ അല്ല, മോക്ഷം വരെ എത്തിക്കുന്നത്, ശ്രേയസം നിശ്രേയസം മുഴുവനും പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള നിർവേദം, പരമമായിരിക്കുന്ന നിർവേദം ആ ദീനചേതസ് ആ മനസ്സിൽ ഉദിച്ചു. ജജ്ഞേ ചിന്താഹേതു സുഖാവഹ. പിങ്കളയ്ക്ക് അന്ന് ജനിച്ചിട്ടുള്ള ആ വിരസതയോ നിർവേദമോ വൈമനസ്യമോ ഉണ്ടല്ലോ, അത് സുഖാവഹ ചിന്താഹേതു, ആർക്കും കേട്ടാൽ മനസ്സിൽ ഗാഠവിചിന്തനവും വിലമതിപ്പും തൊടുത്തുവിടാവുന്നതാണ്. മാത്രമോ അതിൻ്റെ ഫലമോ സുഖാവഹ, അങ്ങേയറ്റം സുഖകരമാണ്. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചാൽ എങ്ങനെ ശാന്തശീതളമാകുമോ ഭൂമി മുഴുവനും, അതേമാതിരി ആ പിങ്കളയുടെ മനസ്സിൽ ജനിച്ചിട്ടുള്ള ആ നിർവേദമുണ്ടല്ലോ, ആ നിർവേദം ആർക്കും കേൾക്കാം, കേൾക്കേണ്ടതാണ്. കേട്ടുകഴിഞ്ഞാലോ ഒരു ഉത്സവം തന്നെ നമ്മുടെ മനസ്സിൽ ഉദിക്കും, അത്ര വിശേഷപ്പെട്ടതാണെന്ന്. തസ്യാ വിത്താശയാ ശുഷ്യത് വക്തായാ ദീനചേതസഃ നിർവേദ പരമോ ജജ്ഞേ ചിന്താഹേതു സുഖാവഹ. തസ്യാ നിർവിണ്ണചിത്തായ ഗീതം ശൃണു യഥാ മമ നിർവേദ ആശാപാശാനാം പുരുഷസ്യ യഥാഹ്യസി. പോരാ, തൃപ്തിയായില്ല അവധൂതന്. വേദവ്യാസ മഹർഷിക്കും തൃപ്തിയായില്ല, ശുഗനും തൃപ്തിയായില്ല, എനിക്കും തൃപ്തിയാവുന്നില്ല. നോക്കൂ, ഒന്നും കൂടി പറയുക. തസ്യാ നിർവിണ്ണചിത്തായ ഗീതം ശൃണു യഥാ മമ. ആ നിർവിണ്ണചിത്തയായിരിക്കുന്ന പിങ്കളയുടെ വായിൽ നിന്നും മനസ്സിൽ നിന്നും നിർഗളിച്ചിട്ടുള്ളതായ ഒരു ഗീതമുണ്ടെന്നാ പറയുന്നത്. എന്ത് ഗീതം ശൃണു യഥാ മമ? ആ ഗീതം എന്നൊരു വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പാട്ട്. എന്താ ഈ പാട്ട്? പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാം, അതിന് പഠിപ്പ് വേണം, പ്രതാപം വേണം, ഇന്ന ആളെ ആകാവൂ, ആകാൻ പാടില്ല എന്നൊന്നുമില്ല. പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസംഭണി. ഒരു പശുവിനും കൂടി നല്ല പാട്ട് പാടിയാൽ കേട്ടിരിക്കാൻ പറ്റും, അവർക്കതിൻ്റെ അർത്ഥവും ആശയവും ഒന്നും മനസ്സിലാവില്ല. ശിശുർവേത്തി, കുട്ടികളെ ഉറക്കാൻ നമ്മൾ പാടാറുണ്ട്. വേത്തി ഗാനരസംഭണി, നമ്മളെ കടിക്കാൻ വരുന്ന പാമ്പ് പോലും പാട്ട് പാടിയാൽ അതിന് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. നേരെ മറിച്ച് സാഹിത്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സാഹിത്യസ്യ രസം സാക്ഷാത് ശങ്കരോ വേത്തിവാനവ. സാക്ഷാത് ശങ്കരനും കൂടി സാഹിത്യരസം അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ പാട്ട് എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, കരയുന്നവരെ പോലും ഉറക്കാൻ ത്രാണിയുള്ളതാണ് പാട്ട്. അപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് ഒരു യോഗ്യതയും വേണ്ട. എത്ര ദുഃഖമുള്ളവരും പാട്ട് കേട്ടാൽ ശാന്തന്മാരാവും. അതാണ് പാട്ട് എന്ന് പറയാൻ കാരണം. തസ്യാ നിർവിണ്ണചിത്തായ ഗീതം ശൃണു യഥാ മമ. അത് മാത്രമല്ല, പാട്ട് പഠിക്കണമെങ്കിൽ എന്തു വേണം? അത് പഠിച്ചിട്ടുള്ള ആൾ പാടണം. ആ പാടുന്നത് നാം കേൾക്കണം. ഒരു തവണയല്ല, പലതവണ. അങ്ങനെ കേട്ട് കേട്ട് ആവർത്തിച്ച് അഭ്യസിച്ച് അങ്ങനെ പഠിക്കേണ്ടതാണ്. അതേമാതിരി പഠിച്ച് സാക്ഷാത്കരിക്കേണ്ട ഒരു പാട്ടാണ് പിങ്കള പാടിയത്.
നിർവേദ ആശാപാശാനാം പുരുഷസ്യ യഥാഹ്യസി. പുരുഷസ്യ ആശാപാശാനാം നിർവേദ യഥാ അസിഹി. ആശാപാശങ്ങൾ പൊതിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിന് നിർവേദം ഒന്ന് മാത്രമേ അത് മുഴുവൻ മുറിച്ചു കളയാനുള്ള വാളായിരിക്കുള്ളൂ എന്ന്. അസിഹി എന്ന് പറഞ്ഞാൽ വാള്. ആശാപാശാനാം പുരുഷസ്യ നിർവേദ അസിഹി യഥാ. ഈ ഒരു നിർവേദം കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ നമുക്ക് ചികിത്സിച്ച് നന്നാക്കാൻ പറ്റുള്ളൂ. ആശകൾ ഉണ്ടക്കൈ പോലെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന മനസ്സുണ്ടല്ലോ, അത് തുടച്ചു വെടുപ്പാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ നിർവേദ ഗാനം ആവർത്തിച്ച് കേട്ട് അഭ്യസിക്കുക. അതാണ് ആവശ്യം. നഹ്യംഗ അജാത നിർവേദോ ദേഹബന്ധം ജിഹാസതി യഥാ വിജ്ഞാനരഹിതോ മനുജോ മമതാം നൃപ. നഹി അംഗ അജാത നിർവേദ ദേഹബന്ധം ജിഹാസതി. ഒന്ന് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. നിർവേദം ഇല്ലാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ദേഹബന്ധത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ദേഹം എന്ന് പറയുന്നത് ഒരു എംബോഡിമെൻ്റാണ്. നമ്മൾ ഉള്ളിടത്തോളം കാലം അതിലുണ്ടാവും. അതിൽ ബന്ധനം എന്ന് പറയുന്നത് മനസ്സിലാണ്. അതേ മനസ്സിൽ വേണം ഈ ബന്ധനമില്ലായ്മയും അനുഭവപ്പെടാൻ. അപ്പോൾ ബന്ധിക്കുന്നത് ആശയാണ്, വിമോചിപ്പിക്കുന്നതോ നിർവേദമാണ്. അപ്പം നിർവേദമില്ലാതെ അജാത നിർവേദ, വേണ്ടത്ര നിർവേദം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, വൈമനസ്യം, ഇൻഡിഫറൻസ് ജനിക്കാത്ത ഒരുവന് ദേഹബന്ധം ന ജിഹാസതി, ഈ ദേഹബന്ധത്തെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. യഥാ വിജ്ഞാനരഹിത മനുജോ മമതാം നൃപ. ഇതിനൊക്കെ വലിയ അർത്ഥമാണ്. നിങ്ങളൊക്കെ ഇരുട്ടിൽ കിടന്ന് തപ്പുകയാണ്, കളിക്കുകയാണ്. എല്ലാവരും പറയും മനുഷ്യജീവിതം, സംസാരം, ബന്ധനം. ആർക്ക് ബന്ധനം? അറിവില്ലാത്തവന്, അജ്ഞാനിക്ക്, സാധന ചെയ്യാത്തവന്. വേണ്ടതുപോലെ സാധന ചെയ്ത് നോക്കൂ, അനുനിമിഷം ഇത് മുക്തികരമാണ്. ഈ സാധന എവിടെയാണ് നടക്കേണ്ടത്? മനസ്സിൽ. അതിൻ്റെ രൂപം എന്താ? നിർവേദം. അത് ഉണ്ടാവാനുള്ള വഴിയോ? തത്വവിചാരം, മൂല്യനിർവചനം. അതാണ് നമുക്ക് ആവശ്യം. കാര്യങ്ങളെ വിശകലനം ചെയ്യൂ. എങ്ങനെ നോക്കിയാലും ഈ ലോകം, ഭൂമി അടക്കമെല്ലാം നശ്വരമല്ലേ? അതെ. ദേഹമോ കൂടുതലും അങ്ങനെ തന്നെ. അങ്ങനെ നശ്വര ദേഹം, നശ്വര ലോകത്തിൽ എത്ര തന്നെ കെങ്കേമമായി ജീവിച്ചാലും നശ്വരതയ്ക്ക് മാറ്റം വരുമോ? വരില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞവന് പിന്നെ അനശ്വരത തേടാൻ എന്താ വിഷമം? ഈ ബോധ്യം എവിടെയാ വരേണ്ടത്? മനസ്സിൽ. എങ്ങനെ വരും? തത്വവിചാരം കൊണ്ട്. തത്വവിചാരമോ തത്വശ്രവണം കൊണ്ടാണ് ഉദിക്കുക. തത്വശ്രവണത്തിനോ തത്വകഥനം വേണം. പരീക്ഷിത്ത് ഇക്കണ്ട കാലം ജീവിച്ചു, രാജാവായിരുന്നു, സർവ്വ സൗകര്യങ്ങളുമുണ്ട്. ഒരു പക്ഷേ പുരാണവും ഇതിഹാസവും കേട്ട് കാണും. അതൊക്കെ ആയാലും 7 ദിവസമേ ഉള്ളൂ കയ്യിൽ മുമ്പിൽ. ആ 7 ദിവസം കൊണ്ട് തനിക്ക് നേടേണ്ടത് നേടണം. അതിനെന്താ വഴി? ശുകമഹർഷി വന്നിരുന്നു, അതിൻ്റെ മുൻപിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് കേൾക്കുകയാണ്. ആ ശ്രവണം കൊണ്ട് മാത്രം പരീക്ഷത്തിൻ്റെ 7 ദിവസത്തിനുള്ളിൽ ഉദ്ദിഷ്ട ലക്ഷ്യം സാധിച്ചു. ഇതാണ് തത്വകഥനത്തിനും തത്വശ്രവണത്തിനുമുള്ള മഹിമ. ഇത് നല്ലപോലെ മനസ്സിലാക്കണം. യഥാ വിജ്ഞാനരഹിതോ മനുജോ മമതാം നൃപ. ഈ ലോകത്തിൽ ആദ്യമായിട്ട് നമുക്കുള്ള തെറ്റിദ്ധാരണ എന്താ? ഈ ശരീരമാണ് ഞാൻ. അല്ല. ഒരു വീട് കെട്ടി താമസിക്കുന്ന ആൾ ഞാൻ ഈ വീടാണ് എന്ന് പറഞ്ഞ് ഘോഷിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അതുമാതിരി പ്രകൃതി തന്നിട്ടുള്ള ഈ ശരീരം നമുക്ക് താമസിക്കാനുള്ള ഒരു ഗൃഹമാണ്. അതിൽ ഗൃഹവാസി, ദേഹവാസി വേറെയാണ്. ആ ദേഹവാസിയെ വേറെ എന്ന് മനസ്സിലാക്കാതെ ദേഹമാണെന്ന് പറയുമ്പോൾ എന്താ ഈ സ്ഥിതി? ഒക്കെ തകരാറിലായി, പരുങ്ങല്ലായി. അതിനെ ചൊല്ലിയാണ് മമത. ഈ ദേഹത്തിന് വേണ്ടതൊക്കെ എൻ്റെയായി, ദേഹം ഞാനുമായി. ആ ആദ്യം തന്നെ പഴച്ചു, ദേഹം ഞാനല്ല, എൻ്റെ ദേഹമാണ്. ആ ദേഹത്തിന് ഇരിക്കാനുള്ളൊരു വീടാണ്, എനിക്കിരിക്കാനല്ല. അപ്പം എൻ്റെയൊക്കെ മാറി നിന്നു, ഞാൻ വേറെ നിന്നു. അത് മനസ്സിലാകാതെ ബുദ്ധിമുട്ടാണ്. യഥാ വിജ്ഞാനരഹിതോ മനുജോ മമതാം നൃപ. അപ്പം ശരിയായിട്ടുള്ള വിവേചനം, തത്വവിവേചനത്തിലൂടെ ഞാൻ എന്ന് പറയുന്നത് ദേഹമല്ല, ദേഹിയാണ്, ആത്മാവാണ്. അതുകൊണ്ട് ഈ ദേഹബന്ധങ്ങൾ മുഴുവൻ എൻ്റെ ബന്ധങ്ങളല്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു മനുഷ്യന് മമതയെ വിട്ട് ഉയരാൻ പറ്റുള്ളൂ. ജ്ഞാനമാണ് ഇവിടെ ആവശ്യം. നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. ജ്ഞാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിലോ അതിന് വൈരാഗ്യം അത്യാവശ്യമാണ്. പിങ്കള വലിയ ഒരു ജ്ഞാനിയാവാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് വൈരാഗ്യം മനസ്സിൽ ജനിച്ചത്. ആ വൈരാഗ്യം എത്ര പ്രബലമായിരുന്നു എന്ന് അവധൂതൻ തന്നെ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ വർണ്ണനയുടെ ആദ്യത്തെ ഭാഗമേ ആയുള്ളൂ, മുഖവുരയേ ആയുള്ളൂ ഇവിടെ. അപ്പം നോക്കൂ നല്ല പോലെ.
ജ്ഞാനം ഉണ്ടായാൽ മമത എളുപ്പത്തിൽ അങ്ങോട്ട് പോവും. അതില്ലെങ്കിൽ എല്ലാവരും ഇപ്പം ഇന്നാൾ ആശ്രമത്തിൽ 2 ദിവസം മുമ്പ് വന്നിരിക്കുക, വന്നിട്ട് പറയുകയാണ്, നല്ല ഭക്തന്മാരാ, നല്ല മനുഷ്യരാ. അവരെന്താ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, സ്വാമിജി ഞങ്ങൾക്ക് ദാനധർമ്മം ചെയ്യലൊക്കെ വലിയ ഇഷ്ടമാണ്, വളരെ നല്ല താല്പര്യമാണ് അതിൽ, ഞങ്ങളെ അനുഗ്രഹിക്കണേ, എന്തിന്, കൂടുതൽ കൂടുതൽ ചെയ്യാൻ, കൂടുതൽ കൂടുതൽ ചെയ്യാൻ. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേൾക്കാറുണ്ടോ? അപ്പോൾ എത്ര നല്ലവരായിരിക്കണം അവർ. പറയുകയാണ്, സ്വാമിജി എന്നാലും ഞാൻ നാമം ജപിക്കും, സത്സംഗത്തിലേക്ക് പോവും, എൻ്റെ കൂടെ ഭർത്താവും വരും, ഞങ്ങൾ ഒരുമിച്ചാണ് പോകണത്. ഇതൊക്കെ ആയാലും നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തൃപ്തിയില്ല, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോവാ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ ഒരു തട്ടലും ഉണ്ടായി, ഒരു ആവേശവും ഉണ്ടായി. എന്നിട്ട് ഞാൻ ചിലതൊക്കെ സംസാരിച്ചു തുടങ്ങിയവരോട്. അറിവില്ലാതെ ഈ പ്രതിസന്ധി തീരില്ലാന്ന്. അറിവ് വേണം, എന്നാലേ പ്രതിസന്ധി തീരുള്ളൂ. അറിവില്ലെങ്കിൽ അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എങ്ങനെ വൈരാഗ്യമുണ്ടാവും? തത്വവിചാരം കൊണ്ട്. തത്വവിചാരം കൊണ്ടേ ജ്ഞാനമുണ്ടാവൂ. ഈ ജ്ഞാനം വൈരാഗ്യം ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. അതിലെപ്പോഴും ഈ സംഘർഷവും വിഷമവും നൂലാമാലും ആവലാതിയും വട്ടം തിരിച്ചലും നട്ടം തിരിച്ചലും ഇത് തന്നെയാണ് അവിടെ ബാക്കി. വളരെ നല്ല പോലെ ആലോചിച്ചിട്ട് വേണം പറയാൻ. ഭാരോ വിവേകിന ശാസ്ത്രം ഭാരോ ജ്ഞാനം ചരാഗിണ അശാന്തസ്യ മനോഭാരോ ഭാരോ അനാത്മവിദോ വപുഃ. ഞാൻ ഈ ശ്ലോകം എത്ര തവണ എത്ര പേർക്ക് പറഞ്ഞു കൊടുത്താലും പിന്നെയും പോരായി ഉണ്ടാവുള്ളൂ. ഭാരോ വിവേകിന ശാസ്ത്രം. ഈ ശാസ്ത്രം പറയുന്ന സമയത്ത് പലർക്കും അത് കേൾക്കാൻ തോന്നുന്നില്ല. എന്താ കാരണം? അവിവേകമുള്ളത് കൊണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കൊരു ധനമാണത്. ആരെങ്കിലും ചെവി കടം മേടിച്ചിട്ടെങ്കിലും ഇത് കേട്ടാൽ ആ കേൾക്കുന്നവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന ആത്മബലം, ഉള്ളഴക്, കർമ്മകുശലത, കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവ്, സൂക്ഷ്മമായി ചിന്തിക്കാനുള്ള ആ പ്രവണത, ഇതൊക്കെ കൂടും ഈ ശാസ്ത്രം കൊണ്ട്. എന്നാൽ ഇത് കേൾക്കാൻ തോന്നുന്നില്ലല്ലോ. അവിവേകമാണത്. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഏത് മനുഷ്യനെയും ഉജ്ജ്വലനാക്കാനും പ്രതാപിയാക്കാനും പ്രഭാവശാലിയാക്കാനുമുള്ള വിശേഷപ്പെട്ട ഒരു ധനമാണിത് എന്നാരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഭാരോ അവിവേകിന ശാസ്ത്രം. അവിവേകമുള്ളവന് മാത്രമേ ശാസ്ത്രം ഭാരമാവുള്ളൂ. ഭാരോ ജ്ഞാനം ചരാഗിണ. ക്രമത്തിലധികം ആശയോ അത്യാർത്ഥ്യമോ ഉള്ളവർക്ക് ജ്ഞാനം എന്ന് പറയുന്ന ആ തത്വങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് ഭാരമായി തോന്നാം. അശാന്തസ്യ മനോഭാരോ. ആർക്കാണ് മനസ്സ് ഭാരമാവുക? അശാന്തന്, ശാന്തതയില്ലാത്തവൻ. ശാന്തതയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് എന്താ കേട്? അത് പൂർണ്ണ ചന്ദ്രോദയോപമേ. അത് പൂർണ്ണ ചന്ദ്രൻ ആകാശത്തിൽ ഉദിച്ചാൽ നിങ്ങൾക്ക് വിഷമമോ അതോ സന്തോഷമോ? അതേമാതിരി നമ്മുടെ മനസ്സ് ശാന്തമായാൽ ഒരു പൂർണ്ണ ചന്ദ്രനായി അവിടെ ഉദിക്കുന്നത്. അങ്ങനെ ശാന്തതയില്ലാത്തവർക്കാണ് മനസ്സ് ഭാരമാകുന്നത്. അതുപോലെ ഭാരോ അനാത്മവിദോ വപുഃ. നമ്മുടെ ശരീരം ആത്മജ്ഞാനമില്ലാത്തവർക്കാണ് ഒരു ഭാരമായി തോന്നുന്നത്. വിവേകമുള്ളവർക്ക് ശാസ്ത്രം ഭാരമല്ല. അറിവുള്ളവർക്ക്, ആശയില്ലാത്തവർക്ക് ജ്ഞാനം ഒരു ഭാരമല്ല. ശാന്തതയുള്ളവർക്ക് മനസ്സ് ഭാരമല്ല, മനസ്സിന് നല്ല ലാഘവം തോന്നും. അതുമാതിരി ആത്മജ്ഞാനം ഉണ്ടെങ്കിലോ ശരീരവും അനായാസേന കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. ഭാരോ വിവേകിന ശാസ്ത്രം ഭാരോ ജ്ഞാനം ചരാഗിണ അശാന്തസ്യ മനോഭാരോ ഭാരോ അനാത്മവിദോ വപുഃ. ഇത് ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് തരിക എന്നൊരാലോചന എൻ്റെ മനസ്സിലുണ്ട്. എന്താ കാരണം? ഇവിടെ പറയണത് എന്താ? വിജ്ഞാനരഹിത. വിജ്ഞാനമില്ലാത്തവൻ മമതയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പം മമതയെ ഉപേക്ഷിക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. അതുമാതിരി നിർവേദമില്ലാത്ത ആൾക്ക് ഈ ദേഹബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. ഇതിനെന്താ ദൃഷ്ടാന്തം? എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് കുരുക്ഷേത്രവും അർജുനനും കൃഷ്ണനുമാണ്. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടു കൂടിയാണ് അർജുനൻ വന്നു നിന്നത്. കൊതിയോടുകൂടി, പെരും കൊതിയോടുകൂടി മഹാഭാരത യുദ്ധം നടത്തി ഞാൻ അജയ്യനാണെന്നുള്ള പ്രസിദ്ധി സമ്പാദിക്കണം എന്ന് വിചാരിച്ചു വന്നതാ. അവിടെ വന്ന അർജുനൻ്റെ ഇഷ്ടപ്രകാരം തേര് തെളിച്ച് കൊണ്ടുപോയി ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിൽ കൊണ്ടുപോയി നിർത്തിയപ്പോൾ അർജുനൻ പൊളിഞ്ഞു. അയ്യോ, ഞാൻ ഈ യുദ്ധം ചെയ്യില്ലേ, നമുക്കിവിടുന്ന് പോവാ എന്നാ പറഞ്ഞത്. അർജുനന്റെ ഭാഷയിൽ അഹോബത മഹത്പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഹ. ഈ സ്വജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഈ യുദ്ധം ധർമ്മയുദ്ധമല്ല, കൊടും പാപമാണ്. ആ പാപം ചെയ്യാനാ കൃഷ്ണ നാം പുറപ്പെട്ടിരിക്കണത് എന്ന്.
അർജുനന്റെ വാക്കിൽ കൃഷ്ണനും പാപം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കുന്നുണ്ടോ? കൃഷ്ണനടക്കം പാപം ചെയ്യാനാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്നാ പറയുന്നത്. ആര്? അർജുനൻ. യദ് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഹ. ഇതിന് കാരണമോ രാജ്യത്തിലും സുഖത്തിലുമുള്ള അത്യാർത്തി. അതുകൊണ്ടാണ് ദയാഹീനന്മാരായി ഈ സ്വജനങ്ങളെയും ആരാധ്യരെയും മുഴുവൻ കൊന്നൊടുക്കുന്നത്. അർജുന, ഇത് നമുക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് കോമണായിട്ട് കൃഷ്ണനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ്. അത് കേട്ടിട്ട് എന്ത് ചെയ്തു? ശ്രീകൃഷ്ണൻ അവിടുന്ന് അങ്ങോട്ട് ഉപദേശം തുടങ്ങി. അർജുനൻ്റെ വീക്ഷണം ആകെ മാറിയില്ല. എത്ര സമയം കൊണ്ട്? 2.5 മണിക്കൂർ കൊണ്ട്. അവർ തമ്മിൽ സംസാരിച്ചത് 700 ശ്ലോകമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന മാതിരി കൃഷ്ണനും സംസ്കൃത ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ സംസാരിച്ചു. അതിനുശേഷം അർജുനൻ പറഞ്ഞത് എന്താ? ഏതർജുനൻ? അതേ അർജുനൻ എന്ന് പറഞ്ഞാൽ നാം കൊടുംപാപം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് മനസ്സ് ഭ്രമിച്ച് അമ്പും വില്ലും താഴത്ത് വെച്ച് നിൽക്കാൻ പറ്റാതെ ഇരുന്ന് ചുളുങ്ങിയിരിക്കുന്ന അർജുനനാണ് പറയുന്നത്. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാൻ മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവാ. ആദ്യം പറഞ്ഞതൊക്കെ മാറി കൃഷ്ണ. എനിക്ക് ഞാൻ പറഞ്ഞത് മോഹിതനായിട്ടാണ്, ഭ്രമത്തിന് വിധേയനായിട്ടാണ്. ആശയത്തെളിച്ചമുണ്ടായിരുന്നില്ല. മനസ്സ് ഭ്രമിച്ചു. മനസ്സ് ചക്രം തിരിയാൻ തുടങ്ങി. ബുദ്ധിയോ ഊഞ്ഞാലാടാൻ തുടങ്ങി. അങ്ങനെ ഭ്രമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ. അതൊരു പുലമ്പലാണ്. ആ മോഹം എനിക്ക് പോയി. നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ. ഓ, ഞാൻ ജനിച്ചതും ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ശരിക്ക് തെളിഞ്ഞു വന്നു. ത്വത്പ്രസാദാൻമയ അച്യുത. അങ്ങയുടെ പ്രസാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ടാണ് അങ്ങ് എന്നെ വിളിച്ചത്. ഇത് ദയവല്ല, മനോദൗർബല്യമാണ് എന്നിങ്ങനെ പരുഷമായി കനത്ത സ്വരത്തിൽ സംസാരിച്ചിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അതിൽപ്പെട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. ആ സംസാരം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് എനിക്കിത് ഉണ്ടായത്. സ്ഥിതോസ്മി ഗതസന്ദേഹ. ഞാനിപ്പോൾ ഉറച്ചു നിൽക്കണു. എന്തിനാ വന്നത്? എന്ത് കൃത്യത്തിനാണ്? അത് നിർവഹിക്കുന്നതിൽ യാതൊരു ചഞ്ചലത്വവും പാടില്ല എന്നൊരു ബോധ്യം വന്നു. ഗതസന്ദേഹ. സംശയവും തീർന്നു. അങ്ങ് പറയുന്ന മാതിരി ഞാൻ യുദ്ധം ചെയ്യാം. ഞാനിത് പലയിടത്തും പല സന്ദർഭങ്ങളിലും പറയുന്നതാണ്. ആദ്യം പുലമ്പിയ അർജുനൻ തന്നെയാണ് ഇപ്പം മറ്റൊരു തരത്തിൽ അവകാശപ്പെട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഒരു യുദ്ധമല്ല, 100 വേണമെങ്കിൽ ചെയ്യാമെന്ന അർജുനൻ്റെ അഭിപ്രായം. ഈ മാറ്റം എവിടുന്ന് സംഭവിച്ചു? അർജുനൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന അജ്ഞാനം, അറിവില്ലായ്മ, മോഹം അതങ്ങോട്ട് നീങ്ങി. ആശയത്തെളിച്ചമുണ്ടായി, ജ്ഞാനമുണ്ടായി, വേണ്ടത്ര വൈരാഗ്യവും ജനിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിച്ചത്. അതാണ് ഇവിടെ വിവക്ഷ. എന്ത്? യഥാ വിജ്ഞാനരഹിതോ മനുജോ മമതാം നൃപ. അറിവ്, വേണ്ടതുപോലെയുള്ള അറിവുണ്ടായല്ലാതെ മമതയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല മനുഷ്യന്. മമതയാണ് അർജുനനെ കഷ്ടപ്പെടുത്തിയത്. ആശയത്തെളിച്ചമുണ്ടായതോടുകൂടി ശരിയായ ജ്ഞാനം, ആത്മാബോധം ഒക്കെ ഉണ്ടായപ്പോൾ ആ മമത അങ്ങോട്ട് വഴിമാറി. അമ്പും വില്ലുമെടുത്തു. 18 ദിവസം പൊരിഞ്ഞ യുദ്ധം ചെയ്തു. അതിൽ അഭിമന്യു വരെ നഷ്ടപ്പെട്ടു. ആ നഷ്ടം സഹിച്ചു. എല്ലാം വേണ്ടതുപോലെയായി. ഇതാണ് നമുക്ക് വരാൻ പോകുന്നത്. അഹോമേ മോഹവിദതിം പശ്യത അവിജിതാത്മനഃ യാ കാന്താത് അസതഃ കാമം കാമയേ യേന ബാലിശ. അവർ ആത്മനിന്ദ നടത്തുകയാണ്. ആര്? പിങ്കള. അഹോമേ മോഹവിദതിം പശ്യത അവിജിതാത്മനഃ. ഡിക്ലറേഷനാ, രഹസ്യമല്ല. അപ്പോൾ അവിടെ പശ്യത എന്നാ പറയുന്നത്. ഉള്ളവരെല്ലാവരും കാണേൻ. എന്ത് കാണേ? അഹോമേ മോഹവിദതിം പശ്യത അവിജിതാത്മനഃ. എനിക്ക് വേണ്ടതുപോലെ ഒരു ആത്മനിയന്ത്രണമില്ല. ഞാൻ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്, അഴകുള്ളൊരു പെൺകുട്ടിയാണ്, ആഭിജാത്യമുണ്ട്, കുലീനതയുണ്ട്. ഇതൊന്നും ഞാൻ ഓർക്കാതെ എന്ത് ചെയ്തു? ചെയ്തതൊക്കെ തെറ്റാണ്. എന്താ അതിന് കാരണം? എൻ്റെ ശരീരം, ആ ശരീരത്തിലുള്ള ഭ്രമം, പണത്തിനുള്ള കൊതി. എന്ത് ചെയ്താലാ പണക്കാരിയാവുക? അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിനെ മാറി മാറി വെക്കുന്നതാണ് എന്നങ്ങോട്ട് തോന്നി. ഇതിലധികം ഒരു ഭ്രമമുണ്ടോ? മോഹമുണ്ടോ? അഹോമേ മോഹവിദതിം. അങ്ങനെ പടർന്ന് പിടിച്ചു കിടക്കുന്ന ഒരു മോഹം എൻ്റെ നോക്കൂ, കനപ്പെട്ട് കിടക്കുന്നത്. പശ്യത അവിജിതാത്മനഃ. ജിതാത്മാവല്ല, വിജിതാത്മാവല്ല, അവിജിതാത്മാവ്. എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ഈ പണക്കൊതിയെയും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്, ആത്മനിയന്ത്രണരഹിതയായതിനാൽ
വന്നു കൂടിയിരിക്കുന്നതാണ് ഈ ദുർഗതി. യാ കാന്താത് അസതഃ കാമം. യാ എന്താണ് എനിക്ക് വന്നിട്ടുള്ള ദുർഗതി? കാന്താത് അസതഃ. നിസ്സാരന്മാരാ അവിടെ വരണത്. ആരെങ്കിലും നല്ലൊരു മനുഷ്യൻ ഒരു വ്യഭിചാരിണിയുടെ ഗൃഹം തേടി, ഒരു പാലസ് തേടി അവിടെ ചെന്ന് അരമണിക്കൂറോ 1 മണിക്കൂറോ ചെലവ് ചെയ്യോ? കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെലവ് ചെയ്യോ? 2 ആളെ കൂട്ടിക്കൊണ്ടു വരട്ടെ. ആ സമയത്ത് ഞാൻ ചെയ്യുന്നത് ബഹുമാന്യ പ്രവൃത്തിയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് കാണൂന്ന് ആരെങ്കിലും വരുമോ? പറയാൻ പറ്റാത്തതും കൊള്ളരുതാത്തതുമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്യാൻ വരുന്ന ആൾക്കാർ ആരാ? നിസ്സാരന്മാര്, ഭോഷ്കന്മാര്, ഏഭ്യന്മാരാവില്ല. അസതഃ കാന്താത്. ആ ആളെയാ ഞാൻ കാന്തനാക്കി തീർത്തത്. കാന്തൻ എന്ന് പറഞ്ഞാലോ വളരെ കാമിച്ച് സന്തോഷിച്ച് വളരെ സ്നേഹമായിട്ട് ആലിംഗനം ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് കാന്തന്മാരെന്ന് പറയുക. ഈ ഒന്നിനും കൊള്ളാത്ത ഏഭ്യന്മാരെ, വഴിതെണ്ടി നടക്കുന്നവരെ ഞാൻ എൻ്റെ കാന്തന്മാരാക്കി. എന്നിട്ടോ കാമം കാമയേന ബാലിശ. അവരിൽ നിന്നാണ് എൻ്റെ ഇംഗിതം, എൻ്റെ ഉദ്ദേശം സഫലമാക്കാൻ ഞാൻ നോക്കിയത്. നമുക്ക് സ്വത്ത് വേണമെങ്കിൽ ആ സ്വത്ത് ഭദ്രമായിട്ട് കിട്ടണം, നന്നായിട്ട് കിട്ടണം. അത് പിക്ക് പോക്കറ്റ് അടിച്ച് സ്വത്ത് ഉണ്ടാക്കിയ ഒരു സ്വത്ത് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ വിധത്തിലുള്ള വരുമാനങ്ങളിൽ വെച്ച് ഏറ്റവും നിന്ദ്യവും നിഷിദ്ധവുമായിട്ടാണ് അവനവൻ്റെ ജനനേന്ദ്രിയം കടം കൊടുത്ത് സമ്പാദിക്കുന്ന പണം. ഇതിലേറെ വഷളായിട്ടൊന്നുമില്ല. അതാണ് ഞാൻ ചെയ്തത്. എന്നിട്ടോ എൻ്റെ വിചാരം എന്താ? ഈ ആൾക്കാരുടെ അടുത്ത് കൂടിയ ആരായി ഈ ആൾക്കാർ? എനിക്ക് മനസ്സിലായി, കൊള്ളരുതാത്തവര്, നിസ്സാരന്മാരാവര്. അവരുടെ കയ്യിൽ എന്തൊക്കെ വേണമെങ്കിൽ യോഗ്യതയുണ്ടെങ്കിലും ഈ ദുഷ്പ്രവൃത്തിക്ക് കീഴടങ്ങാം എന്ന് തീരുമാനിച്ചപ്പോൾ അവരുടെ സർവ്വ യോഗ്യതയും പോയി. അതിലൊന്നും ബാക്കി നിൽക്കുന്നില്ല. അഹോമേ മോഹവിദതിം പശ്യത. അതുകൊണ്ട് ലോകം മുഴുവനും നിങ്ങൾ കണ്ടോളൂ, ഇങ്ങനെ ഒരുത്തിയാണ് ഞാൻ. അവിജിതാത്മനഃ യാ കാന്താത് അസതഃ കാമം കാമയേ ഏന ബാലിശ. ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു തെറ്റ് ശ്രീമദ് ഭാഗവതമാണ് പറയുന്നത് കേട്ടോ. ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ്? 3 വിഷയമാണ് എപ്പോഴും പ്രതിപാദിക്കുന്നത്. എന്താ അത്? ജഗതീശ്വരനോട് ഭക്തി. എത്രത്തോളം ഈശ്വരനോട് ഭക്തി സ്നേഹം തോന്നുന്നുവോ അത്രത്തോളം നശ്വരമായിരിക്കുന്ന ഈ ലോകത്തോടും ലോകവസ്തുക്കളോടും വിരക്തിയും തോന്നണം. അപ്പോൾ ഭക്തി, വിരക്തി. ഇനി 3-മതോ ജ്ഞാനം. ഭഗവാൻ ആര്? അന്തരാത്മാവ് ആര്? ആ ആത്മാവിനെ അറിയുന്നത് എങ്ങനെ? അറിഞ്ഞാലുണ്ടാവുന്ന നേട്ടം എന്ത്? ഇങ്ങനെ ഭഗവത് പ്രബോധം. ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഇത് 3മാണ്. അപ്പം ഇവിടെ പിങ്കളയെ വെച്ചുകൊണ്ട് വൈരാഗ്യം പറഞ്ഞു. ഇനി വൈരാഗ്യത്തിന് പുറമെ ജ്ഞാനം ഉപദേശിക്കുകയാണ്. ആ ജ്ഞാനം എന്താ? കേട്ടോളൂ. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാ. അവനവനെ നിന്ദിക്കുന്നു, തന്നെ നിന്ദിക്കുകയാണ്. ആര്? പിങ്കള. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ. ചെയ്യുന്നത് നിന്ദയാണെങ്കിലും ആദ്യത്തെ 2 വരികളിൽ പ്രകാശിപ്പിക്കുന്നത് പരമമായ ആത്മജ്ഞാനത്തെയാണ്. നമ്മുടെ ഉള്ളിലുണ്ട് ഏറ്റവും സുഭഗനും സുന്ദരനും അഭികാമ്യനും ആപ്തകാമത്വം ചൊരിയാൻ പറ്റിയവനുമായ ഒരു സാന്നിധ്യം തൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആത്മനിന്ദ നടത്തുന്നത്. ആര്? പിങ്കള. സന്തം സദാ സ്ഥിതി ചെയ്യുന്നവൻ, സമീപേ ഏറ്റവും അടുത്ത്. നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടോ? പ്രേക്ഷകരെ ശ്രദ്ധിക്കുന്നുണ്ടോ? സന്തം സമീപേ, സമീപേ സന്തം, ഏറ്റവും അടുത്ത് എന്നാ പറയണത്. എന്താ ഈ ഏറ്റവും അടുത്ത് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം? ആലോചിച്ച് നോക്കൂ. ഏതാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ളത്? നമ്മുടെ മുറിയോ? ഏതാ? നമ്മുടെ വീടോ? ലോകം അനന്തമാണ്, എല്ലാം ദൂരദൂരമാണ്. അവസാനം നമ്മുടെ അടുത്തെന്ന് പറയാൻ നമ്മുടെ ശരീരമാണെന്ന് വെച്ചോളൂ. ശരീരമാണോ? അല്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ ഉള്ളിലാണ് ഒരു ബുദ്ധിയുള്ളത്. ബുദ്ധിയുടെ ഉള്ളിൽ ഒരു അഹങ്കാരമുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാ? സമീപം. കണ്ണിന് 1 മില്ലിമീറ്റർ പുറത്തായാലും അത് അടുത്തു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായാലും മനസ്സായില്ല, മനസ്സായാലും ബുദ്ധിയായില്ല, ബുദ്ധിയായാലും അഹങ്കാരമായില്ല. അപ്പം ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിൽ മനസ്ഥലത്തിനും ബുദ്ധിതലത്തിനും പിന്നിൽ എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? ആത്മതലം, ആത്മാ. അങ്ങനെ എല്ലാ സമയത്തും എൻ്റെ ഏറ്റവും അടുത്തുള്ളവനും ആ ആളെങ്ങനത്തവനാ? രമണം രതിപ്രദം വിത്തപ്രദം നിത്യം. നിത്യം എന്ന് പറഞ്ഞാൽ നിരന്തരമായി സ്ഥിതി ചെയ്യുന്നവൻ.
ഒരു കാലത്തും എന്നെ വെക്കേറ്റ് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുകയോ ചെയ്യില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സ് പോവോ? എപ്പോഴെങ്കിലും പോവില്ല. അന്തരാത്മാവാണോ പിന്നെ പോകാൻ പോകുന്നത്? അതും പോകില്ല. ആ ആളെങ്ങനത്തവനാ? രമണനാണ്, രമിപ്പിക്കുന്നവനാ. രമണം രമണം എന്നുള്ള ശബ്ദം അന്തരാത്മാവിനെ കുറിച്ച് ആത്മജ്ഞാനം കിട്ടിയവർക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള സുഖമോ സന്തോഷമോ നാം അനുഭവിക്കുന്നുണ്ടോ അത് മുഴുവനും നമ്മുടെ ഉള്ളിൽ നിന്ന് സാന്നിധ്യം ലഭ്യമാക്കുന്നതാണ്. നാവിൽ എന്തെങ്കിലും തിന്നാനുള്ള ഒരു സാധനം വെച്ചു രുചി തോന്നുന്നു എന്ന് പറഞ്ഞാൽ ആ രുചി ആ വസ്തു ഉണ്ടാക്കുന്നതോ നമ്മുടെ നാവ് ഉണ്ടാക്കുന്നതോ? ടൈഫോയിഡ് പിടിച്ചു, നാവിൽ കോട്ടിങ് വന്നു, എന്ത് സാധനം നിങ്ങളുടെ നാവിൽ വെച്ചാലും നിങ്ങൾക്ക് രുചി ഉണ്ടാവില്ല. അപ്പോൾ ആ വസ്തു അവിടെ ഉണ്ടെങ്കിലും രുചി തോന്നാത്തത് എന്തുകൊണ്ടാണ്? വളരെ സുന്ദരമായിരിക്കുന്ന ഒരു കാഴ്ച. മനസ്സിന് ദുഃഖമുള്ള സമയത്ത് അമ്മ ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കാണണ്ട മോനെ എന്ന് പറഞ്ഞാൽ അമ്മ തട്ടിമാറ്റും. അപ്പം എന്തൊരു വസ്തുവിനെയും കാണാവുന്നതും ആസ്വദിക്കാവുന്നതും ആക്കി തീർക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുമാതിരി ദാമ്പത്യ ജീവിതം, രതിസുഖങ്ങളുണ്ടല്ലോ, അതും ശരീരത്തിന് യൗവന്യം വരുമ്പോഴും ആ യൗവന്യം നിലനിൽക്കുമ്പോഴും മാത്രമാണ് അനുഭവിക്കുന്നത്. ആ അനുഭവിക്കുന്നത് പരശരീരത്തിലുള്ള സുഖമല്ല, സ്വശരീരത്തിലുള്ള സുഖമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ ശരീരവുമാണ് എന്ത് സുഖവും നമുക്ക് അനുഭവിപ്പിക്കുന്നത്. ആ അനുഭവിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു ജീവൻ വേണം. ശവശരീരത്തിനൊരു അനുഭവം ഉണ്ടാവില്ല. ശിവത്തോടു കൂടിയിരിക്കുന്ന ശരീരത്തിനേ സുഖമുണ്ടാവുള്ളൂ. അപ്പം എല്ലാ രമണത്വവും എല്ലാ രമണങ്ങളും എല്ലാ തരത്തിലുള്ള രമിക്കലുണ്ടല്ലോ, അതും തരുന്നത് നമ്മുടെ ഉൾസത്തയാണ്, പുറത്തുള്ള സത്തയല്ല. ഒരു പഴം എടുത്ത് നാവിൽ വെച്ചു, ആ നാവിൽ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ രസം അനുഭവപ്പെടുന്നത്. അതിനെ രസമാക്കി തീർക്കുന്നത് നമ്മുടെ നാവാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവാണ് വാസ്തവത്തിലുള്ള രമണൻ. അദ്ദേഹം തന്നെയാണ് രതിപ്രദൻ, രതിസുഖം തരുന്നതും. ഒരു വൃദ്ധ ശരീരത്തിനെ കൊണ്ട് രതിസുഖം അനുഭവിക്കാൻ പറ്റില്ല. അപ്പം ഈ യൗവന്യം എന്ന് പറയുന്നത് ജനിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ജീവനാണ്. രമണം രതിപ്രദം വിത്തപ്രദം. ഒരാൾ പണക്കാരനായി എന്ന് വിചാരിക്കുക. എങ്ങനെ പണക്കാരനായി? കയ്യും കാലും മനസ്സും ബുദ്ധിയും എടുത്ത് ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണമാണ്. അപ്പം നമ്മളെ ബുദ്ധിമാനും മനസ്വിയും കൈകാലുകൊണ്ട് ജോലി ചെയ്യാൻ സമർത്ഥനുമാക്കി തീർക്കുന്നത് ആരാ? പുറം വസ്തുക്കളോ അതോ ഉൾസാന്നിധ്യമോ? ഉൾസാന്നിധ്യം. ആ ഉൾസാന്നിധ്യം കൊണ്ടാണ് നമുക്ക് എല്ലാം ഉണ്ടാവുന്നത്. രമിക്കലോ രതിസുഖം അനുഭവിക്കലോ വിത്തം ലഭിക്കലോ ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ പ്രദാനം ചെയ്യുന്നത് ഏറ്റവും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരാത്മാവാണ് എന്ന് പറഞ്ഞ് സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ. അങ്ങനെ നിത്യനിരന്തരം സന്നിധാനം ചെയ്യുന്ന ഉള്ള ആത്മാവ് രമണൻ രതിപ്രദൻ വിത്തപ്രദൻ അങ്ങനെയുള്ള ആ ഉൾ സാന്നിധ്യത്തെ വിട്ടിട്ടാണ് വിഹായ, ഉപേക്ഷിച്ച്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഭാഗവതത്തിൻ്റെ തത്വമൂല്യോപദേശം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഇവിടെ പണമല്ല മേലെ, അല്ല സുഖമല്ല മേലെ, രമണമല്ല മേലെ, അതിനൊക്കെ മീതെ ഒരു സാധനം ഉള്ളിലുണ്ട്. അതാണ് വാസ്തവത്തിൽ രമണനും രതിപ്രദനും വിത്തപ്രദനും. അത് ഒരു കാലത്തും അവിടുന്ന് പോണില്ല. നാം മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള കുറവ് നമുക്കുണ്ട്, അത്രയേ ഉള്ളൂ. അതവിടെ എപ്പോഴും ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. ആ രമണനെയും രതിപ്രദനെയും വിത്തപ്രദനെയും വിട്ട് സദാ എൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആളെ വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛം. ആ വാക്കുകൾക്കുള്ള കാഠിന്യം നോക്കിക്കോളൂ. അകാമദം, ഞാൻ ആശിക്കുന്നത് ഒരൊറ്റ ആൾ പോലും തന്നില്ല. ആരെങ്കിലും ഒരാളുടെ കൂടെ അരമണിക്കൂർ ചെലവ് ചെയ്തു. എനിക്ക് ആവശ്യമുള്ളത് ആ മനുഷ്യൻ തന്നാൽ രണ്ടാമത്തെ ഒരാളെ ഞാൻ അനുവദിക്കില്ല, ആവശ്യമില്ല. അങ്ങനെ ഒരാളും എനിക്ക് വേണ്ടതെന്തോ അത് മുഴുവനും തന്ന് തൃപ്തിപ്പെടുത്താൻ വന്നില്ല. അവരവർക്ക് വേണ്ടി വന്ന് പോയതൊഴികെ എനിക്ക് വേണ്ടി ഒരൊറ്റ ആൾ ഇവിടെ വന്നിട്ടില്ല. മറിച്ചോ ആശിച്ചത് എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ദുഃഖ ഭയ ആധി ശോക മോഹപ്രദം. എനിക്ക് ദുഃഖം തന്നു. എന്താ ദുഃഖം? ഞാൻ ഈ കടുങ്കൈ ചെയ്തില്ലേ, ഈ നിന്ദ്യമായ പ്രവൃത്തി ചെയ്തില്ലേ? വന്നത് ആരോ ആവട്ടെ, ചെയ്തത് ഞാനല്ലേ. അതിൻ്റെ ദോഷം എനിക്കാണല്ലോ. വന്നവരുടെ പേര് അഡ്രസ്സും മേൽവിലാസവും ഒന്നും എനിക്കില്ല. എനിക്ക് എൻ്റെ ദോഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ കൂടെയും ഞാൻ ചെലവ് ചെയ്ത സമയം എനിക്ക് ദുഃഖത്തിനും അയ്യോ ഇതുകൊണ്ട് എന്താണാവോ വരിക. ബാക്കി എല്ലാവരും നല്ല വൃത്തി കൊണ്ടു നടക്കുമ്പോൾ ഞാൻ ഈ ദുഷിച്ച വൃത്തിയാണ് കൊണ്ടു നടന്നത്. ഇതിൻ്റെ ഫലം എന്തായിരിക്കും? ആരോടാ ഞാനിത് പറയുക? ഒരു സദസ്സ് ബഹുമാനിക്കുന്നതാണോ? പറഞ്ഞറിയിപ്പിക്കാവുന്നതാണോ? എനിക്ക് ചങ്ങാതിമാരാരുണ്ട് ഇത് ഷെയർ ചെയ്യാൻ?
ഭയം തന്നെ ഭയം. ആധി, മനസ്സിനാണെങ്കിൽ ആധി, ഭയ, ആധി. ശോകമോഹപ്രദം, എപ്പോൾ നോക്കിയാലും മനുഷ്യനെ ശുചാഗ്നിയിൽ അങ്ങനെ വറക്കുന്നതാ. മോഹപ്രദം. ഇനി ഞാൻ എങ്ങനെയാ ഇതൊന്ന് രക്ഷപ്പെടുക? ഇതെന്താണ് ഇതിന് മാർഗം? ഞാൻ വാസ്തവത്തിൽ ഒരു ഭ്രമിതയായിട്ടല്ലേ ഇത് മുഴുവൻ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള വിഷമം. തുച്ഛമഹം ഭജേജ്ഞ. അപ്പൊ ഈ കണ്ടത് മുഴുവൻ ആശിച്ചത് തരാത്തവരും ദുഃഖം, ഭയം, ആധി, ശോകം, മോഹം എന്നുള്ളത് മാറി മാറി തരുന്നവരുമായ ഈ ആൾക്കാരെ ഞാൻ എന്ത് പറയണം? തുച്ഛം. അവരൊക്കെ തുച്ഛന്മാരാ. പുൽക്കൊടിയേക്കാളും മോശമായിട്ടുള്ളവരാ. കാക്ക എച്ചത്തിനേക്കാളും മോശമാണ് ഈ വന്നവർ മുഴുവൻ. അവരുടെ കൂടെ ആയിരുന്നു എൻ്റെ കോലാഹലം. എൻ്റെ കോലാഹലം മുഴുവൻ അവരുടെ കൂടെയാ. അവരെ ഞാൻ ഭജിച്ചുല്ലോ, കുറച്ച് പണം കിട്ടും എന്ന് വിചാരിച്ച്. തുച്ഛമഹം ഭജേ അജ്ഞാ. ഇത്ര അറിവില്ലാത്ത ആള് വേറെ ആരുണ്ട്? എനിക്ക് വളരെ പിടിക്കും ഈ ശ്ലോകം. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. ഞാൻ പരമവിഡ്ഢിയാണ്, അജ്ഞയാണ്. ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഈ തുച്ഛരായിരിക്കുന്ന മനുഷ്യരുടെ പിന്നാലെ ഇത്ര നാളും പോയി വന്നത്. പിങ്ങളയ്ക്ക് തൃപ്തിയാവുന്നില്ല. അവരുടെ ആത്മവിചാരം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അഹോമയാത്മാ പരിതാപിതോ വൃഥ സാങ്കേത്യവൃത്യ അതിവിഗർഹ്യവാർത്തയ സ്ത്രൈനാന്നരാദ്യാർത്ഥദൃശോനുശോച്യാത് ക്രീതേന വിത്തം രതിമാത്മനേച്ഛതി. എന്താ പറയാ ഞാൻ? അഹോമയാത്മാ പരിതാപിതോ വ്യഥാ വൃഥാ. വാസ്തവത്തിൽ എന്താ ഇവിടെ നടന്നത്? ഒരു പക്ഷേ പിങ്കള് വിചാരിച്ചു കാണും, ഞാൻ പലരോടും കൂടി സഹശയനം നടത്തി അതിൽ നിന്നെല്ലാം സുഖമനുഭവിച്ചു എന്നുള്ള വിചാരം അവർക്ക് ഇത്ര കാലം ഉണ്ടായിരുന്നോ എന്നറിയില്ല. അവരിപ്പം പറയുന്നത് എന്താ? അഹോമയാത്മാ പരിതാപിതോ വൃഥാ. ഞാൻ ഇത്ര കാലമായി ചെയ്തത് മുഴുവനും എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും എല്ലാം പരിതപിപ്പിക്കുക ചെയ്തത്. നമ്മുടെ ജീവനുള്ള ശരീരത്തെ അങ്ങനെ പൊള്ളുന്ന തീയിൽ ഒരു ചൂളയിലിട്ടാൽ എന്തായിരിക്കും അനുഭവം? അതേമാതിരിയാണ് ഞാൻ എൻ്റെ ഈ ദുർവൃത്തി കൊണ്ട്, പരപുരുഷ സംസർഗം കൊണ്ട് ഇത്ര നാളും ഞാൻ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും പരിതപിപ്പിക്കുകയാണ് ചെയ്തത്. പരിതപിപ്പിക്കുകയാണ് ചെയ്തത്. അന്ന് വരെ ചെയ്തതിനെ പറ്റി അവർക്ക് ഇന്നാണ് തോന്നുന്നത്. അഹോ, ഞാൻ എന്ത് പറയട്ടെ? ഫൈ അപ്പോൺ മീ മയാത്മാ, എന്നാൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഹൃദയവും പരിതാപിതോ വൃഥ സാങ്കേത്യവൃത്യ. സാങ്കേത്യവൃത്തി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവല്ലാതെ പരപുരുഷന്മാരോട് കൂടിയിട്ടുള്ള സംയോഗം, ദൈഹിക സംയോഗം. അതിവിഗർഹ്യവാർത്തയാ. ലോകത്തിൽ പല തൊഴിലുമുണ്ട്. ആ തൊഴിൽ പല വിധത്തിലാണ്. ചിലര് മൃഗങ്ങളെ കൊല്ലണു, മാംസം വിൽക്കണു, കഷ്ടപ്പെടുന്നു, പലതരത്തിലുള്ള വൃത്തികളുണ്ട്. ഞാനതിപ്പോൾ വിവരിക്കുന്നില്ല. അതുപോലെ ഈ ഒരു വൃത്തി അതിവിഗർഹ്യവാർത്തയാ, എല്ലാവരും നിന്ദിക്കുന്നതാണ്. എൻ്റെ അടുത്ത് വന്ന ഏതെങ്കിലും ഒരു പുരുഷൻ പറയോ ഞാൻ ചെയ്തത് നന്നായി എന്ന്? പറയില്ല. ഞാൻ പറയോ? ഞാനും പറയില്ല. പിന്നെയാണോ ബാക്കിയുള്ളവർ പറയാൻ പോണത്? സർവ്വ ആൾക്കാരും കോലുമുറിച്ചിടുന്നതാണ് ഈ വൃത്തി. എല്ലാ വിധത്തിലും നിന്ദിക്കുന്നതാണ്. സ്ത്രൈണാത് നരാത് അർത്ഥദൃശോ അനുശോച്യാത്. ഈ വന്ന മനുഷ്യരൊക്കെ എങ്ങനെയാ? സ്ത്രൈണന്മാരാ. അവർക്ക് എങ്ങനെയായാലും ഒരു സ്ത്രീ ശരീരം കിട്ടണം. അതാരെ, എവിടെ, എന്ത്? അതിലൊരു അഭികാമ്യതയോ ഒരു അശ്ലീലമല്ലാതെ ശ്ലീലത്വമോ ആ വകയൊന്നും അവർ ചിന്തിക്കണില്ല. ആരെങ്കിലും ഒരാൾ സ്ത്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ സ്ത്രൈണന്മാരായവർ, സ്ത്രീ ലോലുവന്മാർ, അതും എന്നെപ്പോലെയുള്ളവരുടെ അടുത്ത് വരാൻ അവർക്ക് ഒരു നാണവും ഒരു ലജ്ജയും ഒരു മടിയും ഒരു രോഗബാധ ഭയവും ഒന്നും തന്നെയില്ല. സ്ത്രൈണാത് നരാത് അർത്ഥദൃശോനുശോച്യാത്. അവരുടെ ഉദ്ദേശം നിർവഹിക്കണം. അടക്കാൻ വയ്യാത്ത ഒരാഗ്രഹം, അത്യാർത്ഥി, അത് മാത്രമേ അവർക്കുള്ളൂ. അനുശോച്യാത്, സർവ്വ ആൾക്കാരും നിന്ദിക്കുന്നതായ ഒരു ലൈംഗിക രതിയാണ്. ക്രമം വിട്ട് അക്രമത്തോടു കൂടി ഏറ്റവും ദുഷിച്ചതായിട്ടുള്ള ഒരു കാര്യത്തിൽ പോകുന്നവരാ. ക്രീതേന വിത്തം രതിമാത്മനേച്ഛതി. ഞാൻ ചെയ്തതോ എന്നെ അങ്ങോട്ട് വിറ്റു. ഓരോരുത്തർക്കും സമയം നോക്കി അരമണിക്കൂർ നേരത്തേക്ക് ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞ് മുറി വാടകയ്ക്ക് കൊടുക്കണമാതിരി എൻ്റെ ശരീരം വാടകയ്ക്കാണ് കൊടുത്തു. ആ വിറ്റിട്ട് കിട്ടിയിട്ടുള്ള പണമാണ് എനിക്ക്. ക്രീതേന വിത്തം രതിമാത്മനേച്ഛതി. ആ പണം കൊണ്ടാണ് ഞാൻ ചെലവ് ചെയ്ത് സാരിയും ബ്ലൗസും ഒക്കെ ആയിട്ട്, പൊട്ടും ആഭരണമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടാൻ ഉദ്ദേശിക്കുന്നത്.
എങ്ങനെയാ ആ പണം വരണത്? എൻ്റെ ദേഹത്തിന് വിറ്റിട്ടേ, ദേഹത്തിന് വിൽക്കുക. ലോകത്തിൽ ബാക്കി പലതും വിൽക്കുക എന്ന് കേട്ടിട്ടുണ്ട്, അവനവൻ്റെ ദേഹത്തിന് വിൽക്കുക എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് വാസ്തവത്തിൽ ഒരമ്മയ്ക്ക് വിൽക്കുന്ന ഒരു മകള് യോഗ്യത ഉണ്ടാക്കുമോ? അതുമാതിരി നമുക്ക് നമ്മുടെ അമ്മ ഇങ്ങനെ വിൽക്കുന്ന ആളാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുമോ? ഒരാളും തുറന്ന് സമ്മതിക്കാവുന്നതോ ആർക്കെങ്കിലും തലകുലുക്കി ശരിയെന്ന് പറയാവുന്നതോ ആയ ഒരു പ്രവൃത്തിയല്ല, ഏറ്റവും മോശമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഞാൻ എൻ്റെ ദേഹത്തിന് കൊടുത്തിട്ട് പണം മേടിക്കാം, എന്നിട്ടത് വെച്ച് ചെലവ് ചെയ്ത് സന്തോഷിക്കാം എന്ന് വിചാരിച്ചത്.